ഓക്കെ, വെളുപ്പാങ്കാലത്തുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്, പിന്നെ ആകസ്മികമായി ചെയ്യാം എന്ന് കരുതി. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റിയ വിഷയമാണ് ഫുഡ്, ഭക്ഷണം. ഭക്ഷണത്തെക്കുറിച്ച് അല്ല, നീ ഇവിടെ ഭക്ഷണം ഇപ്പോൾ നമ്മളൊരുപാട് പുറകോട്ടൊന്നും പോയി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോകുന്നതിന് ശേഷം എന്ത് ഫാക്റ്റാണ് ഭക്ഷണത്തെക്കുറിച്ച് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് പുതിയൊരു റിയലൈസേഷൻ ഉണ്ടായത്, പുതിയൊരു തിരിച്ചറിവുണ്ടായത്? തിരിച്ചറിവുണ്ടായതാ? ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് പുറത്തേക്ക്, ഇപ്പോൾ ഡൽഹി പോയപ്പോഴായാലും ഇങ്ങോട്ട് വന്നപ്പോഴായാലൊക്കെ എന്തെങ്കിലും ഒരു ഇതിങ്ങനെ ആയിരുന്നോ എന്നുള്ളൊരു സ്ട്രൈക്കിംഗ് ഉണ്ടാവുമല്ലോ, പുതിയ ഏതെങ്കിലും ഒരു അറിവ് ആ ഒരു വിഷയത്തിൽ? എനിക്കെല്ലാം പുതിയതായിരുന്നു. ഞാൻ എന്താ വെച്ചാ ഇവിടെ വന്നതിന് ശേഷമാണ് കൾച്ചറൽ ഷോക്ക് എന്നുള്ള നിലക്ക്. കൾച്ചറൽ ഷോക്ക് ഞാൻ പിന്നെ അങ്ങനെ ഷോക്കടിക്കാൻ കുറച്ചധികം വേണ്ട ഒരു സാധനം എനിക്ക് പുതിയതായിരുന്നു പറയാൻ കാരണം വെച്ചാൽ ഞാൻ ജർമ്മനി വന്നതിന് ശേഷമാണ് ആദ്യത്തെ ആഴ്ചയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ഫുൾ മീൽ ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട്. ഫ്രീസറിൽ വെച്ച ഈ ഫ്രീസർ ഇപ്പോൾ കൊണ്ടുവരരുത്, അതല്ല. എന്നിട്ട് അങ്ങനെ ഒരു ഫുൾ മീൽ, ഒരു മുട്ടക്കറിയും ചോറും ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടെങ്കിലും ഹോസ്റ്റലിൽ മെസ്സ് ഉണ്ടായിരുന്നത് ഡൽഹിയിലായിരുന്നപ്പോഴും അങ്ങനെ ഞാനായിട്ട് സ്വന്തം എല്ലാം ഉണ്ടാക്കാന്നുള്ള പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ വന്നിട്ടാണ്. അപ്പം അതൊരു പുതിയൊരു കാര്യം വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പം 2 കൊല്ലമായി സ്വന്തമായിട്ട് നയിച്ചുണ്ടാക്കി കഴിക്കുന്നു. അൽഹംദുലില്ലാ, കുഴപ്പമില്ല. വെജിറ്റേറിയൻ വേഴ്സസ് വീഗന്റെ ആ ഒരു വ്യത്യാസം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പാലുൽപ്പന്നങ്ങളോ മുട്ടയോ ഇല്ലാതെ ആളുകൾ ജീവിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, അതിലേക്ക് അവരെ എന്താണ് അവരെ സ്റ്റിക്ക് ചെയ്യിക്കുന്നത് എന്നുള്ളൊരു സാധനമില്ല. നമുക്കിപ്പോ ഹലാൽ മീറ്റ് വേണമെന്നുള്ളതിൽ ദീനിയായിട്ടുള്ള അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളുള്ളത്. പക്ഷെ ഇവർക്ക് അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ല. പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഇക്കോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണല്ലോ ഇവർ ആ ഒരു ഇതിലേക്ക് മാറും. പക്ഷെ ഇത് വർഷങ്ങളോളം തുടരുന്നു. അതൊരു ലൈഫ് സ്റ്റൈൽ ആവുക. പിന്നെ എന്താ വെച്ചാല് അതിന് അവർക്കൊരു മോറൽ കൺവിക്ഷനും അത് ഒരു സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു ഡിസ്കോഴ്സിന്റെ ഇതിന്റെ ഉള്ളിലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഫീലിംഗ് ഓഫ്, പിന്നെ ഒരു പിയർ പ്രഷർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അവർ അങ്ങനത്തെ കമ്മ്യൂണിറ്റികളിലാണ് ഉണ്ടാവുക. അങ്ങോട്ട് അനൗൺസ് ചെയ്ത് അവരത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അത് ഇവിടെ കുറച്ചുകൂടി അഫോർഡബിൾ ആണെന്ന് തോന്നുന്നല്ലേ. ഇവിടെ അഫോർഡബിൾ എന്ന് കൺവീനിയന്റ് ആണ് ഇവിടെ എല്ലായിടത്തും. അത് തന്നെ ഒരു മാർക്കറ്റാണ്. ആ ലേബൽ പതിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ കമ്പനികൾ ചെയ്യുന്നത്. വീഗൻ ലേബൽ, അത് വെസ്റ്റേൺ യൂറോപ്പിന്റെ കുറച്ചുകൂടെ. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലെ ഞങ്ങൾ ഗോട്ടിങ്ങൻ മാർക്കറ്റിലൂടെ തേരാപ്പാര നടന്നപ്പോൾ ഒരു സംഘം നമ്മൾ വന്നിട്ട് 3 മിനിറ്റ് വീഡിയോ കണ്ടാൽ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നിയതാണ്. പക്ഷെ ഇവര് മറ്റേ സാധാ പരിപാടി ഒന്നുമല്ല. എനിക്ക് അപ്പൊ തോന്നിയില്ല. ഇക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതന്നെ, ഇവരുടെ ബാഡ്ജൊക്കെ ഇക്കോ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോ എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ ബാക്കിലിരിക്കുന്ന നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിൽ വെച്ചേക്കുന്ന പൊതികളുണ്ടല്ലോ, അത് ഫുൾ ന്യൂട്രി പ്ലസിന്റെ ഒക്കെ പൊതികളുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വീഗൻ പരിപാടിയാണെന്നുള്ളത്. പക്ഷെ ആനിമൽ ക്രൂവൽറ്റി ഒക്കെ കാണിച്ചിട്ട് വീഗൻ ആക്കുന്ന പരിപാടിയാണെന്നുള്ളത് അങ്ങനെ തന്നെയാണല്ലോ ഒരു വീഗൻ ആവുന്നത്. അതെ, ഇവര് കുറച്ചും കൂടെ റാഡിക്കലായിട്ട് ഇടപെട്ടിരുന്ന ആൾക്കാരാണ്. ഇവര് മറ്റേ മാസ്ക് വെച്ചിട്ട് ഇവരെല്ലാവരും ഈ സംഘടന വേറെയാണ്. പക്ഷെ ഈ ഐഡിയ കൊണ്ടുവരുന്ന അത് ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ട്രീറ്റുകളിലും. ഇങ്ങനെ ടി വി പിടിച്ചിട്ട് 4 സൈഡിൽ നിൽക്കും, ഇങ്ങനെ കാണിച്ചോണ്ട് ആർക്കും മിസ്സാകാൻ പറ്റില്ല. 4 സൈഡിലേക്ക് ഒരു ടി വി വെച്ചിട്ട് നടന്നു പോകുന്ന എല്ലാവരും ഇപ്പോ പന്നികൾ അടിച്ചു കൊള്ളുന്നതും അങ്ങനെ ഇൻഡസ്ട്രി കട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര റോ ആയിട്ടുള്ള ഇമേജുകളും വീഡിയോസും കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഞങ്ങളുടെ ജീവിതത്തിൽ 4 മിനിറ്റ് അതിനായിട്ട് കൊടുത്തു.
അങ്ങോട്ട് ഞങ്ങൾക്ക് വീഗൻ മിഠായി 4 സമ്മാനമായി മിനിറ്റ് കിട്ടി. കഴിഞ്ഞിട്ടൊരു 6-10 മിനിറ്റ് ഒരു 10-20 മിനിറ്റ് സംസാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചു. അല്ല അങ്ങനെ ഒരു അനുഭവം ഇന്നലെ ഉണ്ടായി. പക്ഷെ വീഗൻ ഒരു സംഭവം. പിന്നെ എന്താ വെച്ചാൽ ഈ ഇൻടോളറൻസുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസി, ചിലർക്ക് സോയി ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ പല രീതിയിലുള്ള ഫുഡിലുള്ള അലർജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു 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 സൊസൈറ്റിയാണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനുള്ള ഒരു 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 എന്താ പറയുക, അങ്ങനെ ജീവിക്കാനും പറ്റുന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ട്. നാട്ടിലാണെങ്കിൽ അത് അങ്ങോട്ട് കുടുക്കി വായിലേക്ക് കയറ്റി തരുമല്ലോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അത് ഭയങ്കര അങ്ങനെയൊക്കെ കുറച്ചുകൂടി അവെയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കുട്ടികളാണെങ്കിലും കുട്ടികളെ വ്യക്തികളായിട്ടാണല്ലോ എത്ര ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങനെ കണക്കാക്കുന്നത്. അത് എനിക്കങ്ങനെ തോന്നി. പിന്നെന്താ വെച്ചാൽ ഭക്ഷണത്തിൽ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്നവർ മാത്രമായിരുന്നില്ല, എത്തിക്കുന്ന ആളുകൾ കൂടിയായിരുന്നു. ഭക്ഷണം എത്തിക്കുന്ന ഡിഫറൻറ്റോയിൽ ഫുഡ് ഡെലിവറി ആയിരുന്നു. 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് റമദാനിലൊക്കെ നമുക്ക് ഇവിടെ നോമ്പ് കുറേ മണിക്കൂറുകൾ ഉണ്ടാവുമല്ലോ. രാത്രി ആകാൻ വൈകുന്ന ഒരു സമയത്ത് നമ്മൾ കണ്ട റെസ്റ്റോറൻറ്റുകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അവിടുത്തെ ചിലപ്പോൾ നമ്മൾ കിച്ചണിലായിരിക്കും നിൽക്കുക, കിച്ചണിൽ പോയിട്ട് സാധനം പിക്ക് ചെയ്യണ്ടാവും. അപ്പോൾ എല്ലാത്തിൻ്റെയും ഷെഫ് അല്ലെ മേക്കിംഗ് പരിപാടിയൊക്കെ കണ്ടുകൊണ്ട്, ആൾക്കാർ കഴിക്കുന്നത് കണ്ടുകൊണ്ട്, അത് ക്യാരി ചെയ്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അനുഭവം വേറെയാണ്. അതിൻ്റെതായിട്ടുള്ളൊരു സാധനം. നോമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഴിഞ്ഞ നോമ്പിന് നമ്മൾ നാട്ടിൽ പോയി. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ നോമ്പിന് ഞാൻ സ്റ്റൈൻഫർട്ടിലായിരുന്നു താമസം, ഞാനും തൗഫീഖൊക്കെ. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്തുള്ള തുർക്കിപ്പള്ളിയാണ്. തുർക്കിപ്പള്ളി പോയപ്പോൾ അവിടെ ഉള്ളൊരു ആളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, അവിടെ ശനിയാഴ്ച മാത്രം നോമ്പറുണ്ടാവും. അപ്പോൾ ഒരു പൊളിറ്റീഷ്യനാണ്, ലോക്കൽ പൊളിറ്റീഷ്യനായിട്ടുള്ള തുർക്കി ചങ്ങായിയാണ്. മൂപ്പരാണ് ഞങ്ങളുടെ ടേബിളിൽ ഇരുന്നത് അന്ന് പള്ളിയിലെ നോമ്പറയ്ക്ക്. അന്ന് പറഞ്ഞു, നിങ്ങൾ സ്റ്റുഡൻസ് ആണോ? എന്താ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ മറ്റടുത്തുള്ള സ്റ്റൈൻഫർട്ടുണ്ട്. അപ്പോൾ സ്റ്റൈൻഫർട്ടിൻ്റെ പേരെന്തായിരുന്നു? സ്റ്റൈൻഫർട്ട്. അവിടെ വേറൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ എല്ലാ ദിവസവും നോമ്പറുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ ആ പള്ളി തപ്പി അങ്ങോട്ട് പോയി. 6 മണിയായി, 6:45 ആകുമ്പോൾ നോമ്പ് തുറക്കും. 6:21 കണ്ട നോമ്പ് തുറ. അപ്പം ഇങ്ങനെ തപ്പി പോയി. അവിടെ ഒരു ഹലാൽ പിസ്സേറിയ ഉണ്ട് ആദ്യം. അപ്പോൾ അവിടെ കയറി ചോദിച്ചു, ഇവിടെ ഒരു പള്ളി ഉണ്ടായല്ലോ. അപ്പോൾ ആ പള്ളി ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് കാണിച്ചിട്ട് പറഞ്ഞ് അതായിരുന്നു ആ പള്ളി പൂട്ടി പോയത്. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോഴും അത് തന്നെയാണ് ലൊക്കേഷൻ. പഠിച്ചോനെ പെട്ടല്ലോ. എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറെ വേറെ പള്ളി ഉണ്ടോ, വേറെ ഒരു പള്ളിയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പള്ളി തപ്പി ഇങ്ങനെ പോയി. പോകുമ്പോൾ ഒരു സ്ട്രീറ്റിൽ ഒരു കടേൻ്റെ വലിപ്പമുള്ള ഒരു ബിൽഡിങ്, ഒരു കടമുറീൻ്റെ വലിപ്പമുള്ള ഒരു വാതിലും റൂമും അടച്ചടക്കാണ്. ഞങ്ങളിങ്ങനെ ഓക്കെ തുറക്കുന്നവരെ നോക്കാം, എന്തായാലും ഇവിടെ നോമ്പറില്ലാന്ന് ഉറപ്പിച്ച്. കാരണം ചെറിയ കുഞ്ഞു പള്ളി, വലിയ സെറ്റപ്പ് ഒന്നുമില്ല, അത് തുറന്നിട്ട് തന്നെ ഇല്ല. അപ്പോൾ നിസ്കാരത്തിനല്ലാതെ തുറക്കമില്ലാത്ത ഒരു സാധനമാണല്ലോ. അങ്ങനെ കാത്തു നിന്ന് ഒരു 6:15 ആയപ്പോൾ ഒരാൾ വന്നു, തുറന്നു. ഞങ്ങളും ഉള്ളിൽ കയറി. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉള്ളിൽ. ബാങ്ക് വിളിച്ചാൽ നോമ്പ് തുറക്കാം. അവിടെ കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇരിപ്പുണ്ട് ബാക്കിൽ. നോമ്പ് പറഞ്ഞിട്ട് വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. സർപ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചില പള്ളികളിൽ അണ്ടർഗ്രൗണ്ടിലായിരിക്കും ചില. അല്ല, ഇതൊന്നുമില്ല, ഇത് അവിടെ ആ പരിപാടി മാത്രമേ ഉള്ളൂ, ഉറപ്പാണ്, ആ കടമുറി മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞപ്പം എന്തോ വാതിൽ തുറന്ന് ഓരോ സാധനങ്ങൾ വരാൻ തുടങ്ങി, വലിയ തളികകൾ. പടച്ചോനെ, ഫുഡ് നല്ലോണം വന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. പള്ളി എന്ന് വെച്ചാൽ കുറെ മസിഡോണിയക്കാരും പിന്നെ ഉഗാണ്ട എന്നുള്ള ഒരു ചങ്ങായി ഉണ്ട്, അങ്ങനെ കുറച്ച് പേര് ചേർന്ന് നടത്തുന്ന ഒരു പള്ളിയാണ്. അവിടെ ഉള്ള പണിയെടുക്കുന്ന ഒരു 2 മസിഡോണിയ എന്നുള്ള കുടുംബങ്ങൾ അവിടെ നല്ലോണം ഉണ്ട് സ്റ്റൈൻഫർട്ടിൽ. അപ്പം അവരൊക്കെ ചേർന്ന് നടത്തുന്ന ഒരു പള്ളി. ആ പൂട്ടിയ പള്ളി എന്ന് പറഞ്ഞില്ലേ, ആ ബിൽഡിംഗ് പെർമിറ്റ് അവർക്ക് പോയപ്പം അവരിങ്ങോട്ട് മാറ്റിയതാണ് പള്ളി. ആ പള്ളി തന്നെയാണ് ഇത്.
മസ്ജിദ് സ്റ്റൈൻഫർട്ട്, വേറെ അലങ്കാരങ്ങളൊന്നുമില്ല, അത്രേ ഉള്ളൂ പേര്. എന്നിട്ട് അവിടെ അന്ന് കണ്ടുമുട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്, മെഹദി, ബൈറാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവിടെ, അഹമ്മദ്, അവരൊക്കെ. അന്ന് അവിടെ നോമ്പ് തുറന്നത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. പിന്നെ ആ നോമ്പ് മൊത്തം അവിടെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ തൗഫീക്ക് വരല് നിർത്തി. എടാ എല്ലാ ദിവസവും ഇറച്ചി കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല, എല്ലാ ദിവസം എന്തെങ്കിലുമൊക്കെ സോസേജ്, ചിക്കൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. എന്നുവെച്ചാൽ ആകെ ഞങ്ങളൊരു 15 പേരെ ഉണ്ടാവുള്ളൂ എപ്പോഴും. അത് ഹോം കുക്കിംഗ് ആണ്, വീട്ടിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്ന പരിപാടിയാണ്. ബാക്കിൽ തന്നെ വീടുണ്ട്, അപ്പൊ അവിടുന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ അവസാനം അവിടുത്തെ പള്ളി കമ്മിറ്റിയിലായി. ഈ ദിവസം നോമ്പറ പ്ലാൻ ചെയ്യുന്ന ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ. ഈസ്റ്റ് സദേൺ യൂറോപ്പ് അല്ലെങ്കിൽ യൂറോഷ്യൻ ക്യുസീനൊക്കെ ഭയങ്കര രസമുള്ള മസിഡോണിയ ആയാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് സൂപ്പുകളൊക്കെ, നല്ല രസമുള്ള സൂപ്പുകളൊക്കെ. അവിടെ ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. ആ പള്ളി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ കൊല്ലം മുതൽ ഞാൻ കോട്ടിങ്ങലിലേക്കും വന്നു, തൗഫീക്ക് മിൻസ്റ്ററിലേക്ക് താമസം മാറി. പിന്നെ പോക്കുണ്ടായില്ല. പെരുന്നാൾക്ക് ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്യും. അവിടെ ഇവർക്കെന്താ വെച്ചാൽ ജർമ്മൻ അറിയുള്ളൂ, ജർമ്മനാണ് ഭൂരിഭാഗം അറിയുള്ളൂ. നമ്മൾ പിന്നെ ചെറിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവർ ഇങ്ങനെ ഷാറുഖ് ഖാൻ എന്നൊക്കെ പറയുന്നത് ഇന്ത്യക്കാരെ കാണുമ്പോൾ. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അവിടെ 2 പേരുണ്ടായിരുന്നു. ഒരു ക്രിസ് എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി വരുമായിരുന്നു എപ്പോഴും. അവൻ്റെ ഏട്ടൻ നേരത്തെ മുസ്ലിം ആയതാണ്. ഇങ്ങനെ ടാറ്റു ഒക്കെ ഉണ്ട്, ടാറ്റു ഉള്ള മുസ്ലിങ്ങളെ കുറെ കാണാമല്ലോ, റിവേർട്ട് ആയിട്ടുള്ള ആളുകൾ. ടാറ്റു, ഇടിവള, അങ്ങനെ കുറെ മുസ്ലിങ്ങൾ കാണാം. അവര് നല്ല അങ്ങനെ വലിയ അനുഭവമായിരുന്നു. അന്ന് ആ നോമ്പിന്റെ അവസാനം അവനും ഇസ്ലാം സ്വീകരിച്ചു. അവസാനത്തെ 10 അവനും നമ്മളൊപ്പം നിസ്കരിക്കാനൊക്കെ വന്ന്. അങ്ങനെ ഒരു അത് വലിയൊരു അനുഭവമായിരുന്നു. അതാണ് ഒരു നോമ്പ് ഭക്ഷണ അനുഭവം. ഈ പറഞ്ഞ ഹനോറില് 10-15ഓളം പള്ളികളുണ്ടല്ലോ, ഇഷ്ടംപോലെ പള്ളികളുള്ള ഒരു സ്ഥലമാണ് ഹനോർ. അതിലൊരു 4 പള്ളിയിലെങ്കിലും എല്ലാ ദിവസവും നോമ്പറുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനി പള്ളി, ഒന്ന് തുർക്കിഷ് പള്ളി, ഒന്ന് കുർദിഷ് പള്ളി, ഒന്ന് മൊറോക്കൻ പള്ളി. ഇത് 3ലും 3 തരം ക്യുസീനാണ്, 3 തരം ഭക്ഷണങ്ങൾ. തുർക്കിഷ് പള്ളിയില് സാധാ റെഗുലർ ഷോർബ, ഓപ്ഷൻസ് ഉണ്ട്, എവിടെ പോകണം, റൈസ്, ചിക്കൻ, അങ്ങനെയുള്ള ഒരു പരിപാടി. മൊറോക്കൻ പള്ളിയിൽ ഒരു ദിവസം കുസ്കുസ്, മന്തി ഒക്കെ കിട്ടിയിരുന്നു. നല്ല. പക്ഷെ അവിടുത്തെ പ്രത്യേകത വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാണ്, ചെറിയ സ്പേസ് ആണ്, എല്ലാരും കൂടെ ഒരൊറ്റ വലിയ പ്ലേറ്റ് ഇതാണ്. അപ്പൊ ഭയങ്കരമായ മത്സരം അവിടെ നടക്കും. പിന്നെ നമ്മളെ മലയാളികള് കുറച്ച് പേര് അവിടെ ഉണ്ടാവും. നമ്മളെ വിഷ്ണു, ഹരി എന്നൊക്കെ പറഞ്ഞ് നിസ്കാരം കഴിയാൻ കാത്ത് ഗവൺമെന്റ് ഗേറ്റും കിടന്നൊക്കെ വരും. അങ്ങനെയുള്ള സീനൊക്കെ ഉണ്ട്. പിന്നെ പാകിസ്ഥാനി പള്ളിയില് നമ്മുടെ പോലത്തെ കറികളും. ആ പള്ളി നമ്മൾ പോകുന്ന പള്ളി അത് തന്നെ ആ പരിപാടി നടന്നിട്ടല്ലേ. അവിടെ ഇടക്ക് റമദാനിൽ 1-2 തവണ അവിടെ ബിരിയാണി ഉണ്ടാവും. അത് ഏത് ദിവസമാണെന്ന് അറിയില്ല. നെഹാരി ഒക്കെ ഉണ്ടാവും. നെഹാരി ഉണ്ടാവാറില്ല, ചിക്കന്റെ കറിയാണ് മിക്കപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ മീറ്റ് ബോള് കറി, അതും ബ്രെഡും, അങ്ങനെയാണ് മെയിനായിട്ട് ഉണ്ടാവുക. അങ്ങനെ. പിന്നെ ഇവിടെയൊക്കെ വീക്കെൻഡുകളിൽ ശനി ഞായർ ഒക്കെയാണ് ഇവിടുത്തെ പള്ളികളിൽ. തക്വ, അലിമാൻ, പിന്നെ അവിടെ വേറൊരു സലാം മോസ്ക് ഉണ്ട്. അവിടെ പിന്നെ ഈ കമ്മ്യൂണിറ്റി ഇഫ്താറുകൾ, ഇപ്പോൾ പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി അവിടെ ഒരു ദിവസം ഇഫ്താർ വെക്കുക. അത് നമ്മൾ കഴിഞ്ഞ നോമ്പിന് നമ്മൾ നാട്ടിൽ പോകുന്നതിന്റെ അന്ന് ആയിരുന്നു, ശനിയാഴ്ച കണ്ടായിരുന്നു പാകിസ്ഥാൻ കമ്മ്യൂണിറ്റി ഇഫ്താർ. അതിന് മുമ്പത്തെ റമദാനിന് നമ്മൾ പോയിട്ടുണ്ട്. അവിടെ അത്താഴം ഉണ്ടാവുന്ന പരിപാടി വെക്കാറുള്ളത്. പുള്ളി ഇവിടുത്തെ അങ്ങനെ സീനിയർ ആയിട്ടുള്ള ആളല്ലേ. അതെ അതെ. നോമ്പ് ഭക്ഷണാനുഭവം. അല്ല, അല്ലാത്ത സമയത്ത് എന്താണ് പരിപാടി? എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ഫുഡ് എന്താണ്? എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡ്, അതായത് ഇപ്പൊ കൺവീനിയൻസ് ആണ് പലപ്പോഴും അതിന്റെ ഡിഷായി മാറാറുള്ളത്. സമയമുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ബിരിയാണി ഉണ്ടാക്കും. ഓഹോ, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബിരിയാണി? ആഴ്ചയിൽ ഒരു പ്രാവശ്യം. നമ്മള് അവിടെ പിള്ളേരും ഉണ്ടല്ലേ, റൂംമേറ്റ്സ് ഉണ്ട്, അപ്പോ അങ്ങനെ ഒരു റെസ്റ്റിൽ ഉണ്ടാക്കിയൊക്കെ ചെയ്യും. അവന്മാർക്കും ഭയങ്കര താല്പര്യം. ആരെങ്കിലും കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബിരിയാണി. പ്രത്യേകിച്ച് മീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് പണിയാണ്. ഒരു സമയത്ത് ഞാൻ കുറെ തൈ പീസ് വാങ്ങി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഓരോന്നെടുത്ത് പടക്കുമായിരുന്നു. അതൊരു വൈബായിരുന്നു, ചെയ്യണം.
പിന്നെ ഏറ്റവും ഇത് ദാൽ ചാവലാണല്ലോ നമ്മളെ. എന്നുവെച്ചാൽ പരിപ്പ് കറിയും ചോറും ഉണ്ടാക്കുക, അതിൻ്റെ ഒപ്പം മുട്ട പൊരിക്കുക, അല്ലെങ്കിൽ ട്യൂണ എടുത്തിട്ട് പൊരിക്കുക, പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി ചെയ്യലാണ് പിന്നെ റെഗുലർ. പിന്നെ നമ്മളേറ്റവും പ്രോളിറ്റേറിയൻ മീറ്റായ ട്യൂണ ക്യാനുകൾ. ഒരിക്കലും മറക്കരുത്. ട്യൂണ ക്യാനുകൾ നമ്മൾ എത്ര മുന്നോട്ട് പോയാലും മറക്കാൻ പാടില്ലാത്തൊരു സാധനം. അതെ. ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ തുച്ഛ വിലക്ക് കിട്ടുകയും എന്നാൽ അത്രയും വേഴ്സറ്റിലിറ്റി ഉള്ള ഒരു പ്രോട്ടീൻ ഒരു ക്യാൻ എന്ന് വെച്ചാൽ നമുക്ക് 2 നേരത്തേക്ക് എന്തായാലും ഉണ്ട് ആ ഒരു ഇതിൽ. വേണമെങ്കിൽ ഡ്രൈ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെയുള്ള എണ്ണ ഉണ്ടാവില്ല, അതിൽ തന്നെയുള്ള എണ്ണ വെച്ച് തന്നെ ഡ്രൈ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ സാലഡുകൾ ഉണ്ടാക്കാം. ഞാൻ സാലഡ് ഉണ്ടാക്കി കഴിക്കലുണ്ട്, ഫ്രഷ് ക്രീമും. അത് ഷാഹിദ്ക്ക പറഞ്ഞതാണ് അന്ന് ഹൽക്കുണ്ടായ ദിവസം അന്ന് പറഞ്ഞ നല്ലൊരു ഐഡിയ ആയിരുന്നു. പിന്നെ മീൻകറി ഉണ്ടാക്കാം. മീൻകറിയൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. പുളിയൊക്കെ വാങ്ങിയത് അതിന് വേണ്ടി ശ്രീലങ്കൻ സ്റ്റോറിൽ നിന്ന് പുളിയൊക്കെ വാങ്ങി. നല്ല ഒരു അനുഭവമായിരുന്നു. നമ്മളെ നാട്ടിലത്തെ ഇതിന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലത്തെ ഒരു ഫുഡിൻ്റെ ഇപ്പോൾ പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം നെയ്ച്ചോറും ഇറച്ചിയും പരിപ്പ് കറിയും എന്നൊക്കെ പറയണ പോലെ അതിൻ്റെ ഒരു പരിസരത്തിൽ നിന്ന് നമ്മൾ സഞ്ചരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളോ നഗരങ്ങളോ ഉണ്ടല്ലോ ഇന്ത്യയിൽ തന്നെ, അതിൻ്റെ ഒരു വൈവിധ്യങ്ങളിലേക്കൊന്ന് എത്തി നോക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര എനിക്ക് ഓർമ്മയുള്ളത്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാനും റിഷാദും അൽത്താഫും ജസീമും ചേർന്നിട്ട് ഒരു റോഡ് ട്രിപ്പ് നടത്തി. കോഴിക്കോട് നിന്ന് അൽത്താഫിൻ്റെ കാറിൽ മുംബൈ വരെ മറ്റേ ഹൈവേ ഉണ്ടല്ലോ, ആ ഹൈവേ പിടിച്ച് ഇങ്ങനെ പോയി. എന്നിട്ട് പൂനെയിലെത്തി. പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹന്നാൻ പഠിക്കുന്നുണ്ട് അന്ന്. അപ്പോൾ അവിടെ 2 ദിവസം തങ്ങി, അവിടെ കുറച്ച് കറങ്ങി. പിന്നെ ഡൽഹിക്ക് ഞങ്ങൾ ട്രെയിൻ എടുത്ത് പോയത്. അതൊരു ദുരന്തോ എക്സ്പ്രസ് ആയിരുന്നു. എന്നിട്ട് ഡൽഹിയിലും കറങ്ങി. ഡൽഹിയിൽ 2ാമത് വരുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വരവാണ്, അല്ല 3ാമത് പോയത്. പഠിച്ചതിന് ശേഷം ഡൽഹി വിട്ടു പോകുന്നതിന് ശേഷം 3ാമത് ഡൽഹി പോകുന്നത് അങ്ങനത്തെ ഒരു പോക്കാണ്. അങ്ങനെ നിന്നിട്ട് തിരിച്ചു വരുന്നൊരു യാത്ര ഉണ്ടായി. പിന്നെ തിരിച്ച് മുംബൈയിലെത്തി. മുംബൈയിൽ നിന്ന് പിന്നെയും കാറെടുത്ത് തിരിച്ച് താഴേക്ക് വരുന്നു. അന്ന് എല്ലായിടത്തും നിർത്തി മെല്ലെ മെല്ലെ പോയിരുന്നു. അന്ന് കുറേ ഫുഡുകൾ ട്രൈ ചെയ്തിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ 3 വട്ടം പോയി കഴിച്ചു. പൂനെയിലൊരു കാബൂളി പുലാവ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്ക് കാബൂളി പുലാവ് എന്ന് വെച്ചാൽ അത്രയും പ്രാന്തായത് അവിടെ നിന്നാണ്. എനിക്ക് എപ്പോൾ കിട്ടിയാലും ഞാൻ എന്നിട്ട് ഫ്രാങ്ക്ഫർട്ടൊക്കെ വന്നിട്ട് അവിടെ പോയി 2 വട്ടം കഴിച്ചിട്ടുണ്ട്. അല്ല, ഒരു പ്രാവശ്യം താഴേക്ക് വന്നപ്പോൾ താഴേക്ക് പോകുമ്പോൾ നിങ്ങളും ഉണ്ടായിരുന്നു. അന്ന് ഓർമ്മയുണ്ട്, അന്ന് ഇവിടെ UEFA നടക്കുക. പക്ഷെ ആ റെസ്റ്റോറന്റിൽ അപ്പോഴും ഒരു ക്രിക്കറ്റ് മാച്ച് ഇട്ടിരുന്നു. അന്ന് എന്താ ഫൈനലും കണ്ടായിരുന്നു. എന്താ ഫ്രാങ്ക്ഫർട്ടില് ഫാൻ സോണിൽ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. പക്ഷെ ആ റെസ്റ്റോറന്റില് ക്രിക്കറ്റ് കളി, അത്രേ ഉള്ളൂ. നല്ലൊരു കാബൂളി പുലാവ് ആയിരുന്നു. അതെ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, സ്പൈസും കുറവാണ്. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ്. പാസ് ചെയ്യുകയാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് വഴി ട്രാൻസ്ഫർ അടിക്കുകയാണെങ്കിൽ പോലും പോയി കഴിക്കാൻ ദൂരത്താണ്. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട്. ഞാൻ കബലി ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ക്യാരറ്റ് ഒക്കെ വറുത്ത് വെച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത്. ഞാൻ ഒരു സ്റ്റെപ്പ് വേണമെന്നുള്ളതുകൊണ്ടാണ് കുറച്ച് യൂട്യൂബ് നോക്കി ഫുഡ് ഉണ്ടാക്കുന്നത് മെയിൻ ആയിരുന്നല്ലോ. ഹോണറബിൾ മെൻഷൻ കൊടുക്കണം. ഷാൻജിയോന്റെ ഏറ്റവും വിജയകരമായ റെസിപ്പി പുള്ളിയുടെ ചിക്കൻ മന്തി തന്നെയാണ്. പുള്ളിയുടെ മന്തിന്റെ ആ ഒരു പുള്ളി ഉണ്ടാക്കുന്ന മസാല ഉണ്ടല്ലോ, അത് നല്ല മസാലയാണ്, നല്ല ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മസാലയാണ് പുള്ളി. ഞാൻ അത് നോക്കിയിട്ടാണോ മന്തി ഉണ്ടാക്കി? മറ്റേ ഇൻസ്റ്റന്റ് മന്തി മസാല വെച്ചല്ല, മന്തി മസാല ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ട് റിയലി ഗുഡ്. ഞാനും റിഷാദും ഒരു പ്രാവശ്യം കൂടിയപ്പം മന്തി ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് വേറെന്തോ ആയി. പക്ഷെ നല്ല രസമുണ്ടായി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അത് നല്ലോണം എൻജോയ് ചെയ്ത് കഴിച്ചു. മന്തി 3-4 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഫോയില് മേലെ വിരിച്ചിട്ട് ഹോള് ചിക്കൻ അടുക്കിയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ബിരിയാണി പോലെ ദമ്മിട്ടിട്ട് താഴെ ചിക്കനും ഇത് വെച്ചിട്ട് മേലെ റൈസ് മൂടുന്നത്. പിന്നെ റൈസ് ചിക്കൻ മാറ്റിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇതില്ലേ
ഇതില് ചിക്കന്റെ സ്റ്റോക്കിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് അരി ഇട്ടിട്ട് കപ്സ പോലെ ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടി ഒരു മേക്ക് സെൻസ്. ഞാൻ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് അതിന്റെ മേലെ വെച്ചാൽ മതി. അങ്ങനെ കുറെ രൂപത്തിലാക്കി. പിന്നെ അവസാനം ഒരു കോൾ എടുത്തിട്ട് ചൂട് എണ്ണ വെച്ചിട്ട് കത്തിച്ചിട്ട് അതിനുള്ളിൽ വെച്ചൊരു പുകയ്ക്കുന്ന പരിപാടി. എന്റെ മെയിൻ പരിപാടി നെയ്ച്ചോറാണ്. എനിക്ക് പെരുമ്പാരുന്നുള്ളതുകൊണ്ട് നെയ്ച്ചോറിൽ ഞാൻ നന്നാവണം എന്ന് എനിക്കൊരു ആഗ്രഹമുള്ളത് കൊണ്ട് കുറെ നെയ്യൊക്കെ ഒഴിക്കും. അതാണ് എന്റെ പരിപാടി. ഇല്ലാട്ടാ. ടേസ്റ്റ് ഉണ്ടാവാറുണ്ടോ? ടേസ്റ്റ് എന്ന് വെച്ചാലേ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി അല്ല ടേസ്റ്റ്. നീ അത് പറയരുത്. ഇവിടെ പല ആരോപണങ്ങളും പൊങ്ങി വരും. ഏറ്റവും എലാബറേറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണ് റമീസുദ്ദീൻ എന്നുള്ളതാണ് ഇവിടുത്തെ ആരോപണം. അത് നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന ആരോപണമില്ല. എന്തിനാണ് ഈ പൊടിയൊക്കെ എടുത്ത്? എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഒറിഗാനോ ഉണ്ടെങ്കിൽ. എന്തിന് ഒറിഗാനോ? ഇപ്പൊ പാസ്ത ഉണ്ടാക്കുമ്പോ കുറച്ച് ഒറിഗാനോ ഒക്കെ ഇടാം. പാസ്ത അല്ല, ഇത് വേറെന്തുണ്ടാക്കുമ്പോഴേ നിങ്ങൾ അത് മറ്റേതില് ചിക്കൻ ബേക്ക് ചെയ്തപ്പോ. ബ്രോ എടാ ബേക്കിംഗ് കൾച്ചർ നമുക്കില്ലല്ലോ. അത് ഈ ഒറിഗാനോ മസാല വെച്ച് ബേക്ക് ചെയ്യാലോ. ചെയ്യാം. അതിനാണെങ്കിൽ അൽഫാം ഗ്രില്ലെന്നൊക്കെ വിളിക്കാം. ബേക്ക് എന്ന് പറയുന്നത്. ഓ യാ ശരിയാണ്. ഞാൻ ആരോപണം പിൻവലിക്കുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 കൊല്ലത്തിന്റെ ഒരു ഗരം മസാല ഇടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാറി ചിന്തിച്ചു. കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെ ആഡ് ചെയ്യാനൊക്കെ പഠിച്ചു. എന്നാലും കുക്ക് ചെയ്യുമ്പോ ഒരു 3-4 പാത്രം ഇടാറില്ല. അല്ല മസാല അല്ല, ഇലാബറേഷന്റെ പരിപാടി. അതൊക്കെ മാറി. അതൊക്കെ അവള് കാരണം അതൊക്കെ മാറി. നന്നായി. അല്ല ഈ കുക്ക് ചെയ്യുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കുക്ക് ചെയ്യലും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഫുഡ് കണ്ടന്റ് കൺസ്യൂം ചെയ്യലും ഉണ്ട്. മെയിനായിട്ടുള്ളത് ഈറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, ബോൺ അപ്പറ്റീറ്റ് ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, ഇവരുടെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് അവിടുത്തെ കിച്ചണിൽ ഷെഫിനെ പരിചയപ്പെടുക. എന്നിട്ട് ഷെഫ് രാവിലെ പോയിട്ട് സാധനങ്ങൾ പ്രൊഡ്യൂസ് കളക്ട് ചെയ്യുന്നത് മുതൽ മീൽ പ്രപ്പ്, സാധനങ്ങൾ പ്രപ്പ് ചെയ്യുക, എന്നിട്ട് സ്റ്റേഷൻ അറേഞ്ച് ചെയ്ത് സർവീസ് വരെയുള്ള മൊത്തം പരിപാടി, ബാക്ക് എൻഡിൽ എന്തൊക്കെ നടക്കുന്നു അത് മൊത്തം കാണിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റോറി പറയാം. ഇതൊക്കെ ഹൈ എൻഡ് മിഷലിൻ സ്റ്റാറുകൾ ഉള്ള റെസ്റ്റോറൻറ്റുകളാട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഞാൻ ഒരിക്കലും ഡൈൻ ചെയ്തിട്ടില്ലാത്തൊരു സ്പേസിനെ കുറിച്ച് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കുള്ളൊരു കൗതുകം ഉണ്ടല്ലോ, അതിങ്ങനെ ഒരുപാട് കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെയൊക്കെ ഭയങ്കര മെയിൽ ഡൊമിനേറ്റഡ് ആണ് ഈ കുളിനറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് സെലിബ്രിറ്റി ഷെഫുകൾ എന്ന് പറയുന്നത് ഭയങ്കര മെയിൽസ് ആയിട്ടുള്ള ആളുകൾ. ഗോർഡൻ റാംസിക്ക് എന്തിനാണ് വെറുതെ തെറി വിളിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അയാള് പറയാൻ കാരണം എന്താ വെച്ചാൽ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുക്ക് ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും അവർ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും എക്സൈറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. ഞാനിത് കുക്ക് ചെയ്യും, അത് കുക്ക് ചെയ്യും, കണ്ടോ എന്നുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് വളർന്നു വരുന്ന ഒരു ഹൗസ് ഹോൾഡിൽ അവരെപ്പോഴും ദേ ആർ എക്സ്പെക്റ്റഡ് ടു നോ ഇതൊക്കെ കാണണം, ഇതൊക്കെ ചെയ്യണം, പഠിക്കണ്ടേ, ഇത് കുക്ക് ചെയ്യാൻ പഠിക്കണ്ടേ, എന്താ കല്യാണം കഴിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ളതല്ലേ എന്നുള്ളൊരു വർത്താനം ഉണ്ടല്ലോ, അത് കാര്യമായിട്ടുണ്ട്. ഇപ്പം അനിയത്തി ആയാലും അവള് കുക്ക് ചെയ്യുന്നത് ഡൽഹി പോയതിനു ശേഷമാണ്. എന്നിട്ട് അവിടുന്ന് അപ്പോഴും അവളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡുകൾ, പാസ്ത, അങ്ങനെയുള്ള പരിപാടികളൊക്കെ സ്വന്തം നിലക്ക് പഠിച്ചു എന്നുള്ള കാര്യമാണ്. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡെയിലി ലൈഫിൽ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് എന്നെ ഒരു പ്രൈഡ് ഉള്ളൊരു സാധനമാണ്. അപ്പം അതിലൊരു ജെൻഡർ ഡൈനാമിക്സ് ഭയങ്കരമായിട്ട് എന്നുള്ളത് അക്നോളജ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കുക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അതെ. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാൻ പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ കുക്ക് ചെയ്യണ രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പഠിപ്പിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴേ ഇവിടുന്ന് ഇങ്ങനെ പറയാനുണ്ടല്ലോ, ഇന്ന് അതുണ്ടാക്കി ഇന്ന് ഇതുണ്ടാക്കി എന്നൊക്കെ. അപ്പൊ ഞാൻ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി, വീട്ടിൽ വന്നാൽ പിന്നെ ഉമ്മച്ചി അടുക്കള കയറേണ്ടി വരില്ല, ഓരോ ദിവസവും നോമ്പ് തുറക്കാൻ ഓരോ ഡിഷസ് ഒരു തവണയെങ്കിലും എന്തെങ്കിലും നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി. ഒരു തവണ ഉണ്ടാക്കി, ഒരു ചിക്കൻ കടായി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഓക്കെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല, നമ്മള് ഇപ്പോൾ ഓടി അടക്കും നാട്ടിൽ പോയാൽ.
പക്ഷേ അത് നമുക്കൊരു ഡ്യൂട്ടി പോലെ വരുന്നില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. ഉമ്മച്ചിക്ക് ആകുമ്പം 4:30 എണീറ്റ് അതും കൂടെ റെഡി ആക്കിയിട്ട് വേണം വേറെ പണിക്ക് പോകാൻ. റൂട്ടീന്റെ ഭാഗമാണ്. അതെ, ഒരു വിഷയമാണ്. ഇപ്പോൾ അതാണ് നമ്മുടെ എന്താണ് ഫുഡ് വ്ളോഗിങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഫുഡ് വ്ളോഗുകൾ കാണാറുണ്ടായിരുന്നു കൂടുതൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ മല്ലു ഫുഡ് വ്ളോഗേഴ്സിനെയാണ് കാണാറ്, അതോ ബാസിം പ്ലേറ്റ് ആയിരുന്നു കുറെയൊക്കെ ഞാൻ കൂടുതൽ കണ്ടിരുന്നത്. പിന്നെ ബാസിം പ്ലേറ്റ്, സൽമാൻ ദ ഫുഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമാൻ ദ ഫുഡി കാണാനുള്ള കാരണം പുള്ളി എറണാകുളം ബേസ്ഡ് ആയിട്ട് കുറെ റെസ്റ്റോറന്റുകൾ പരിചയപ്പെടുത്തി. അതിന്റെ അപ്പം എറണാകുളത്തെ ബിരിയാണികളുടെ ഒരു വൈവിധ്യമൊക്കെ ഞാൻ പുള്ളിയുടെ വ്ളോഗിൽ നിന്നാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. ലോങ് ഗ്രെയിൻ റൈസിന്റെ ബീഫ് ഓർ ബിരിയാണിയും റഹ്മാനിയും, അല്ലെങ്കിൽ കൊച്ചി തന്നെയുള്ള പിന്നെ പണ്ടാരീസ് ബിരിയാണി, അങ്ങനെയുള്ള ഇത് എങ്ങനെ മലബാർ ബിരിയാണി എന്നൊക്കെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതൊക്കെ കൂടുതൽ നമ്മള് പണ്ടേ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് നമുക്കതിന്റെ എക്സ്ക്ലൂസിവിറ്റി മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളെ നാട്ടില് വൈപ്പിൻ എന്നുള്ള നിലക്ക് മീനാണ് മെയിൻ, എല്ലാ ദിവസവും മീൻ എന്നുള്ളൊരു കൾച്ചറാണ്. OMKV ചാനലൊക്കെ കണ്ടിട്ടുണ്ട്, ഓട് മീനെ കണ്ടം വഴി എന്നൊക്കെ പറഞ്ഞ ഉണ്ണി എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗറൊക്കെ ഉണ്ട്. കണ്ടില്ലേ? പുള്ളി ഇതായിരുന്നു പരിപാടി, ഫിഷിങ്ങും കുക്കിങ്ങും ആണ് മെയിൻ പരിപാടി. പിന്നെ പുള്ളി ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പണ്ട് തുടക്കത്തിലൊക്കെ കണ്ടിരുന്ന ഒരാളാണ്. പിന്നെ ഒരു ഘട്ടത്തിൽ ഞാനൊരു മൃണാൾ ഫാനായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്നോ. അതിപ്പോ OMKV അതായത് പുള്ളി കഴിക്കുന്നതിന് മാറ്റി മൃണാളാക്കിയത്. അതല്ല, പുള്ളി കഴിക്കുന്ന ഒരു രീതി ഭയങ്കര ഒരു എന്താ പറയാ ASMR പരിപാടിയാണല്ലോ. അതിന്റെ ഒരു രസം. പിന്നെ ഓണസ്റ്റ് അഭിപ്രായം ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും ഒക്കെ അഭിനയിക്കുന്ന ഒരാളാ. ഫാഫ കഴിഞ്ഞാൽ പിന്നെ കണ്ണുകൊണ്ട് നടനമാടുന്ന അല്ല. പക്ഷെ പുള്ളീന്റെ ഒരു ഓണസ്റ്റ് അഭിപ്രായമാണ്, ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആണെന്നുള്ള ഒരു സംഭവമൊക്കെ ആ സമയത്ത് ഭയങ്കര ബ്രാൻഡായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ മൂപ്പര് പാളി പോയാല് ഞാനും തെറ്റി കുറെ സാധനങ്ങളില്. പുള്ളി എൻ്റെ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ വരും, യൂട്യൂബിൽ ലൈവൊക്കെ വന്നിട്ട് സാമൂഹ്യ വിഷയങ്ങളിൽ മൊത്തം അതൊക്കെ നല്ല അലമ്പാവാറ്. അപ്പൊ തൊട്ടേ നമ്മള് പിൻവലിഞ്ഞിരുന്നു. ഹംഗ്രി മൃണാളിന് മുന്നേ തന്നെ നമ്മൾ ബാക്കൗട്ട് ചെയ്തിരുന്നു, അത് വേറൊരു കാര്യം. പക്ഷെ പിന്നെ ഞാൻ കാണുന്നത് മറ്റേ ഇയാളാണ്, ഫുഡീഷ. ഫുഡീഷാന്റെ വെറുതെ ഇങ്ങനെ അൽഗോരിതത്തിൽ ഇങ്ങനെ ഫീഡിൽ ഇങ്ങനെ കയറി വരും, അങ്ങനെ കുറെ കണ്ടിട്ടുണ്ട്. പിന്നെ അറിയാം അങ്ങനെയുള്ള കുറെ. പിന്നെ ഈറ്റ് കൊച്ചി ഈറ്റിനെ ഞാൻ ഫോളോ ചെയ്തു. ഈറ്റ് കൊച്ചി ഈറ്റ് കുറച്ചുകൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള നിലക്ക് ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം അതില്. പക്ഷെ അത് ഭയങ്കര ഓഫായിട്ട് തോന്നുകയും ചെയ്തു. എനിക്കങ്ങനെ വലിയ എക്സൈറ്റിംഗ് ആയിട്ട് ഈറ്റ് കൊച്ചി ഈറ്റിന്റെ പരിപാടികൾ തോന്നിയിട്ടില്ല. കാരണം അവരെന്താ വെച്ചാല് എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് നടക്കല്ല എന്നുള്ളൊരു പല സെഗ്മെന്റുകൾ അവതരിപ്പിക്കുക, പുതിയ വെറൈറ്റികൾ അവതരിപ്പിക്കുക, പക്ഷെ ഒന്നും ഇവിടെ എത്താതെ പോകുന്ന ഒരവസ്ഥ. മെയിനായിട്ട് അതിനകത്ത് നടക്കുന്നത് കുറെ കടകളുടെ മാർക്കറ്റിംഗ് ആണ്. ഫാസ്റ്റ് ഫുഡ് ജോയിന്റ്സ് ഒക്കെയാണ് തോന്നുന്നുണ്ട്. നാട്ടിലെ ഫുഡ് അനുഭവം എന്താണ്? നാട്ടിലെ ഫുഡ് അനുഭവം ഞാൻ മന്തി വരുന്നതിന് മുമ്പ് തന്നെ മീനാണ് നമ്മളെ ഏറ്റവും പ്രാഥമികവും സെക്കൻഡറിയുമായിട്ടുള്ള ഫുഡ് അനുഭവത്തിലുള്ളത്. പുറത്തു പോയിട്ട് മീൻ കഴിക്കൂല, കാരണം വീട്ടിൽ തന്നെ പലതരം മീനുകൾ. പുറത്തു പോയി ഫുഡ് അടിക്കുന്നത് എന്തായിരിക്കും? പുറത്തു പോയി ഫുഡ് അടിക്കുന്നത് ബിരിയാണിയാണ്. ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ്. സിലോൺ ബേക്ക് ഹൗസ് അറിയും എറണാകുളത്ത്? സിലോണാണ്. പിന്നെ ഈ നമ്മുടെ കായിക്കാന്റെ കായ്സും സിലോണും ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ പോയി ബിരിയാണി കഴിച്ചിട്ടുള്ള സ്ഥലങ്ങള്. കായ്സിലെ മട്ടൻ ബിരിയാണിയും സിലോണിലെ ചിക്കൻ ബിരിയാണിയും. പിന്നെ കോഴിക്കോടൊന്നും അങ്ങനെ പോയിട്ടില്ല ആ ഒരു സമയത്ത്. അതൊക്കെ പിന്നീടാണ് വരുന്നത്, ടീനേജ് ആ ഒരു കഴിഞ്ഞിട്ട്. അപ്പോഴാണ് പിന്നെ മാറുന്നത്. അസേറി പഠിക്കുമ്പോൾ ഫുഡ് അടിക്കാൻ പോയിരുന്നു. അസേറില് ഞാൻ അബ്ദുറഹ്മാനും കൂടെ രാത്രി ഒരു 10:30 മണിയാകുമ്പോ ബാക്കിലത്തെ മതില് ചാടും. എന്നിട്ട് നേരെ പോയിട്ട് മാറമ്പള്ളി ചെന്നിട്ട് റോയൽ ഉണ്ട് അവിടെ. റോയലില് നമ്മള് അന്ന് ഇതാണല്ലോ ഇതിന്റെ 2 പൊറോട്ട വാങ്ങുന്നു, ഗ്രേവി ഫ്രീ. അപ്പോ
പകൽ സമയത്തൊക്കെ ഇപ്പൊ പോയാലും അതങ്ങനെ തന്നെയാണ്, ഗ്രേവി മാത്രമേ കിട്ടുക. 10:30 കഴിഞ്ഞ അവിടെ ചെന്ന് 11:45 അവരത് ക്ലീൻ ചെയ്ത് തുടങ്ങും. അപ്പൊ കറിയിലൊക്കെ അടിയിലെത്തി കുറച്ച് പീസൊക്കെ ചിലപ്പോ ബാക്കി ഉണ്ടാകുന്ന സമയം. അപ്പൊ 2 പൊറോട്ട എന്ന് മാത്രം പറയും, ഗ്രേവി അവർ കൊണ്ടുവന്ന് തരും. ആ ഗ്രേവിയില് ഒരു പീസ് എന്തായാലും അവർ വീഴ്ത്തും എന്നുള്ളതൊക്കെ കണക്കാക്കിയിട്ടാണ് പോകുന്നത്. അത് മിക്ക ദിവസം അവരെ വീഴ്ത്താറുണ്ട്. ആ ഒരു സമയത്ത് പോയി ആ കട കൂട്ടാനാവുമ്പോ പോയിട്ട് കിട്ടുന്ന ആ ഒരു പീസിൽ ആനന്ദം കണ്ടെത്തിയിരുന്നതാണ് അസേറിലെ ഒരു ഏറ്റവും ഞാൻ ശാന്തത്ത് അടിക്കുമ്പോ എല്ലാരും പോകുന്ന ഒരു കട ഇല്ലാസ് ഖാന്റെ കടയാണ്. വാടന്മാരൊന്നും കാണാം. ശാന്തത്ത് എന്ന് വെച്ചാല് നല്ല ക്യാൻറ്റീൻ ഓക്കെയാണ്, പക്ഷെ ചില സമയത്ത് ഭയങ്കര അലമ്പായിരിക്കും. അപ്പോൾ എല്ലാരും കൂടെ ഒരു ചാട്ടം ചാടും, കൂട്ടച്ചാട്ടായിരിക്കും. അന്ന് ടോക്കണൊക്കെ അവിടെ തൂങ്ങിയിട്ടുണ്ടാവില്ല, അപ്പൊ ആരൊക്കെ കഴിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യം അറിയാൻ പറ്റും. എന്തായാലും ടി കെ പൊക്കൂന്ന് ഉറപ്പാണ്. പിന്നെ എന്നാലും നമ്മൾ പോകും. ടി കെ ഉണ്ട്, ഫാസിൽ മാഷുണ്ട്, അങ്ങനെ കുറെ പേരുണ്ട് ഈ വാർഡനായിട്ട്. പിന്നെ ഒരു പൊക്കുന്നതൊക്കെ സീരിയസാ, അവിടുത്തെ പോലെയല്ല. എന്നിട്ട് പോയി കഴിക്കും. അല്ല ഇല്യാസ് ഖാൻ്റെ അവിടെ അങ്ങനെ രാത്രി ഒന്നും ഉണ്ടാവില്ല. വൈകുന്നേരം ചായ കുടിക്കാനാണ് ഇല്യാസ് ഖാൻ്റെ അടുത്ത് പോവുക. പിന്നെ രാവിലെ ഫുഡ് അലമ്പാണെങ്കിൽ ഇല്യാസ് ഖാൻ്റെ അവിടെ പോയിട്ട് പൊറോട്ട, നല്ല അടിപൊളി പൊറോട്ട ആയിരിക്കും. പിന്നെ അതിനനുസരിച്ചുള്ള ബീഫ്, ചിക്കൻ അതെ. പിന്നെ അവിടുത്തെ ചായയും അടിപൊളിയാണ്. പിന്നെ സാഹിത്യ എന്താണ് സർഗസംഗമം ഉണ്ടല്ലോ, അവിടുത്തെ കൾച്ചറൽ ഫെസ്റ്റിന് ഇല്യാസ് ഖാൻ്റെ ഒക്കെ ഒരു പ്രൈസ് ഉണ്ടാവും, ഒരു ക്യാഷ് പ്രൈസ് ഉണ്ടാവും, ഒരു സ്പോൺസർ ആയിരിക്കും. എന്റെ ലാഭത്തിന്റെ ബെസ്റ്റ് നാടകത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാഷ് പ്രൈസ് ഒക്കെ റെക്കായിരിക്കും. അതാണ് ഇല്യാസ് ഖാൻ. പക്ഷെ രാത്രി ഫുഡ് അടിക്കാൻ എല്ലാവരും മുങ്ങുന്നത് പട്ടിക്കാടുള്ള ബ്രദേഴ്സിലേക്കാണ്. ബ്രദേഴ്സ് മെയിനാണ്, മന്തിയാണ്. അവിടെ ബ്രോസ്റ്റ് ഒക്കെ ആദ്യമേ വന്നു, അവര് മെയിനാണ് അതിനകത്ത്. പിന്നെ ഇപ്പോൾ റൈസ് ഐറ്റംസും. ഞാൻ പക്ഷെ അങ്ങോട്ട് ബ്രദേഴ്സിലേക്ക് അധികം പോയിട്ടില്ല. എന്നാണ് മന്തി പരിചയപ്പെടുന്നത്? മന്തി ശാന്തരത്ത് എത്തിയ സമയത്താണ്. യെസ്, ആദ്യമായിട്ട് അവിടെ ഒരു ഗോൾഡൻ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കട ഉണ്ട് കേട്ടോ. ഈ പരിപാടി രാത്രി ഫുഡ് പാളിയാൽ എല്ലാവരും ചാടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെ നേരത്തെ പെർമിഷൻ എടുത്ത് പോകുന്നവരുണ്ട്, അങ്ങനെ പോയിട്ട് കഴിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ ഹോസ്റ്റൽ ജീവിതത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ടാരം പിടിച്ച് ആർത്തിയായിരിക്കും. അന്ന് അങ്ങനെ തീറ്റിച്ച് ഞങ്ങൾ പൂട്ടിച്ച കടയാണ് ഈ ഗോൾഡ് മന്തിയൊക്കെ. അന്ന് വെച്ചാൽ എല്ലാവരും പോകും, ഒരു 4 പേര് പോകും, ഒരെണ്ണത്തിൽ 4 പേർക്ക് ഷെയറിട്ട് കഴിക്കാമല്ലോ. ഒരു പ്ലേറ്റ് ഒരു ഫുൾ മന്തി എടുത്താൽ 4 പേര്, അൺലിമിറ്റഡ് റൈസ്. എന്നിട്ട് മത്സരം വെക്കും എത്ര പ്ലേറ്റ് കഴിക്കുന്നതൊക്കെ. എന്തിനാണ്? ഇതേപോലെ നമ്മൾ പോയിരുന്ന ഒരു കടയുണ്ട്, പക്ഷെ അൺലിമിറ്റഡ് ബിരിയാണിയാണ്. അതെവിടെയെന്ന് അറിയോ? കളമശ്ശേരി ബിരിയാണി ചെമ്പുണ്ട്. ഇപ്പോഴും അവര് പൂട്ടിയില്ല, അവരിപ്പോ വെച്ചടി വളർന്ന് ഇപ്പൊ ഒരു നല്ലൊരു കടയായി. ഈ അൺലിമിറ്റഡ് റൈസിന്റെ ഒരു പരിപാടി എന്താ അറിയോ? റൈസുണ്ട്, ഗ്രേവി. എനിക്ക് തോന്നുന്നത് ഈ രണ്ടാമത് തരുന്ന റൈസ് ഉണ്ടല്ലോ, ഇതില് ഇതിടും, സോഡാപ്പൊടി ഇടും. സോഡാപ്പൊടി ഇട്ട് എന്താ വേവിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് പെട്ടെന്ന് ബ്ലോട്ട് ആവും, വയറ് പെട്ടെന്ന് ബ്ലോട്ട് ആവും. അപ്പൊ അങ്ങനെ പരിപാടി എല്ലാ റെസ്റ്റോറന്റുകളും എനിക്കറിയില്ല, എല്ലാരും ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പൊ ഒരു ഇവിടെ നിർത്തേണ്ട പണ്ടാരോ ഇവന്മാര് തീറ്റ. അങ്ങനെയുള്ള മന്തി അനുഭവം അവിടുന്നാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. മന്തിന്റെ ഒരു സംഭവം ഭയങ്കര ഒരു കൾച്ചറൽ റെവല്യൂഷൻ ആണല്ലോ മന്തി എന്ന് പറയുന്നത്. പെരിന്തമണ്ണയിൽ ഒരുപാട് നെഹദിയൊക്കെ വന്നിരുന്ന ആ സമയത്ത് ആദ്യം മന്തി തുടങ്ങുന്നത് മലപ്പുറത്തെ ഡെലീസിയ ഹോട്ടലാണ്. ഡെലീസിയയിൽ ഞാൻ പോയിട്ടുണ്ട്. ഡെലീസിയ പോയിട്ടുണ്ട്. ഡെലീസിയന്റെ ഓണർ ഗൾഫിൽ നിന്ന് അങ്ങനെ യമനി ഇതിന്ന് അങ്ങനെ എന്തോ ഇൻസ്പയർ ആയിട്ട് പുള്ളി നിത്താഖാത്തിന് ശേഷം വന്ന ആളുകളാണോ? നിത്താഖാത്തിന് മുമ്പേ മന്തി ഉണ്ട്. നിത്താഖാത്തിന്റെ സമയം, സൗദി നിത്താഖാത്തിന്റെ സമയം വന്നത് പൊറോട്ട കടകളാണ് കൂടുതലായിട്ട് വന്നത്. അറബിക് ഫുഡുകൾ ചപ്പാത്തി കമ്പനികളും ഈ പൊറോട്ടയും ചപ്പാത്തി പത്തിരികളും മാത്രം കൊടുക്കുന്ന അങ്ങനത്തെ യൂണിറ്റുകളും, അതേപോലെ പൊറോട്ടന്റെ ഒരു കുറച്ചും കൂടെ പൊറോട്ട മേക്കേഴ്സ് കുറെ കൂടെ കേരളത്തിൽ ഒരു പ്രൊഫഷൻ പോലെ പൊറോട്ട മാസ്റ്റർ അല്ലെങ്കിൽ പൊറോട്ട മേക്കർ എന്നുള്ള നിത്താഖാത്തിന്റെ ഒരു അനന്തരഫലമായിട്ടാണ് തോന്നുന്നത്. ഹോട്ടലുകൾ ഒരുപാട്. നമ്മളെ കൂട്ടുകാരൻ അലീസാക്കി പറഞ്ഞിട്ടാണ് കുഴിമന്തി എന്നൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഭയങ്കര വിയേർഡ് പേര്, എന്ത് സാധനം ഉള്ളൊരു ഇതായിരുന്നു. VK ശ്രീരാമന്റെ എന്തോ പോസ്റ്റ് അയാള് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണെങ്കിൽ മലയാളത്തിന്റെ ഡിക്ഷണറിന്ന് ആദ്യം എടുത്ത് മാറ്റുന്ന പദം കുഴിമന്തി എന്നായിരിക്കും. അത് മലയാളത്തെ മലീമസമാക്കുന്നില്ലേ. അതുകൂടാതെ ഈ ശാരദക്കുട്ടി, ഭാരതിക്കുട്ടി ഇവരൊക്കെ അതിനെ ആ
ഇവരൊക്കെ പേരിന്റെ വേർഡ്നെസ് ആണ് എന്നുള്ള രീതിയിലാണ് കഴിച്ചിട്ടുണ്ടാ മന്തി ഭക്ഷണത്തോടുള്ള ഇതൊന്നും അല്ല അവർ പ്രകടിപ്പിക്കുന്നത്. മന്തിയാണോ ബിരിയാണിയാണോ? പുതിയ പേരാണല്ലോ, അങ്ങനെ ഒരു പേരില്ലല്ലോ ശരിക്കും. മന്തിയാണോ ബിരിയാണി വന്നതല്ലേ. മന്തിയാണോ ബിരിയാണിയാണോ? ബിരിയാണി ഓഫ് കോഴ്സ്. ഞാൻ ഭയങ്കര കോൺഫ്ലിക്റ്റഡ് ആണ് അതില്. എനിക്ക് കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. ബിരിയാണി ഈസ് ഫോർ എവർ. ബിരിയാണി അതില് ബിരിയാണിയില് മന്തിയില് നമുക്ക് ഒരുപാട് എക്സ്പ്ലോറേഷൻ ഇല്ലല്ലോ. അല്ല മന്തി പക്ഷെ പൊറോട്ട മാതിരിയാണ്. ഒരു തമിഴ്നാട്ടിൽ ചെന്നാലും മറ്റേ ഇവിടെ കർണാടക ചെന്നാലും ഹൈദരാബാദ് ചെന്നാലും മന്തി ഓരോ ഹോട്ടലിനനുസരിച്ചും വേറെ വേറെയാണ്. എന്നാലും കോമൺ ഫാക്ടറാണ് മന്തിയില് കൂടുതൽ, ഇവിടുത്തെ എക്സെപ്ഷണൽ ഫാക്ടറിനേക്കാളും. പക്ഷേ ബിരിയാണി അൽഡ്രീമിലെ മന്തി എല്ലാം വേറെ വേറെ മന്തിയാണ്. വേറെ വേറെ മന്തിയാണ്. പക്ഷെ ബിരിയാണിന്റെ വെവ്വേറെ പോലെയാണോ മന്തിന്റെ വെവ്വേറെ? ബിരിയാണി എന്നൊക്കെ പറയുന്ന ഒരു തറവാടി സാധനം, മന്തി എന്നൊക്കെ പറയുന്നത് ഒരു പുത്തമ്പണക്കാരൻ, അങ്ങനെ ഒരു വൈബാണ്. അങ്ങനെ അത് എന്റെ തലയിലുള്ളൊരു വൈബ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ബിലോങ്ങിങ്നെസ് കൂടുന്നത്. പക്ഷെ ഞാൻ ബിരിയാണി ഏറ്റവും നല്ല കുറെ കഴിച്ചിട്ടുള്ളതും നമുക്ക് ഒരു ഇതൊക്കെ ഉള്ളത് അപ്സരയിലെ ബിരിയാണിയാണ്. തൃശ്ശൂരോ? പെരുമ്പാവൂർ അപ്സര ഹോട്ടലുണ്ട്. ആ ഹോട്ടലായിട്ട് ഒരുപാട് കഥകളുണ്ട്. നമുക്ക് എന്താ വെച്ചാല് ഈ അപ്സര ഹോട്ടൽ എന്ന് പറയുന്നത് പെരുമ്പാവൂര് പണ്ട് മാഹിന്ന് വന്നിട്ട് നടത്തുന്നതാണ്. മൂസക്ക എന്നാണെന്ന് തോന്നുന്നു. മൂപ്പര് വന്നിട്ട് തുടങ്ങിയ ഹോട്ടലാണ് അപ്സര. അന്ന കാലത്ത് ആ ഹോട്ടലിൽ പാല് കൊടുത്തിരുന്നത് എൻ്റെ വാപ്പാൻ്റെ ഉപ്പയായിരുന്നു. അന്നുണ്ടായിരുന്നൊരു ബന്ധമാണ്, അന്നുള്ളൊരു നീക്കുപോക്ക് ബന്ധങ്ങൾ. പിന്നെ വാപ്പ ഉണ്ടായിരുന്നപ്പോഴും വാപ്പ സ്ഥിരം പോയിരുന്ന ഒരു സ്ഥലം പെരുമ്പാവൂരെല്ലാവരുടെയും ഒരു ലെഗസി ഹോട്ടലാണ് അപ്സര. പണ്ട് മുതലേ ഉള്ള സ്ഥലമാണ്. അത് രാവിലെ തുറന്ന് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കൂട്ടും. ഫ്രിഡ്ജില്ലാത്ത ഹോട്ടലാണ്, ഫ്രിഡ്ജില്ല, വിറകടുപ്പാണ്, അങ്ങനെയുള്ള കുറെ പരിപാടികളാണ്. അപ്പം അങ്ങനെ ആ ഒരു ലെഗസി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന അവിടുത്തെ ബിരിയാണി എന്ന് പറയുന്നത് എറണാകുളത്ത് കിട്ടുന്ന പോലത്തെ ബിരിയാണി അല്ല. എന്നാൽ തലശ്ശേരി ഭാഗത്തുള്ള ബിരിയാണി ആണോന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു പരിപാടി, കറക്റ്റ് ഒരു കൾച്ചറൽ സംഭരം. അത് കറക്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് അപ്സരയിലെ ബിരിയാണി. മുട്ടയൊക്കെ ഉണ്ടാവും, മുട്ടയൊക്കെ ഉണ്ടാവും. അങ്ങനെ അതെ, പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് പറയാറില്ല. പക്ഷെ ഇപ്പൊ മുട്ട കുറെ പേര് ഒഴിവാക്കുന്നുണ്ട് ബ്രോ. അതെ, കോസ്റ്റ് ഫാക്ടർ ആയിരിക്കും. എന്തായാലും ഒരു അധികപ്പറ്റാണല്ലെങ്കിലും ബിരിയാണിയിൽ എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഒരു ഇതല്ലേ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ബിരിയാണിയിൽ നിന്ന്. ഒരു മുട്ട നമ്മളെ ഒരു മെല്ലോ ഡൗൺ ചെയ്യുന്നില്ല. അതിന്റെ ഒരു ചില സമയത്തുള്ള ഒരു മസാലേന്റെ ഒരു പെരുപ്പത്തെ മെല്ലോ ഡൗൺ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മുട്ടന്റെ മഞ്ഞ. അത് വേറെ തന്നെ എടുത്തിട്ട് അതിനെ കുറച്ച് കഴിക്കാന്നൊക്കെ പറയാം. എന്താണ് ബ്രോ എറണാകുളക്കാരുടെ ഇങ്ങനെ മുട്ടക്കെതിരാവല്ലേ? പക്ഷെ ബിരിയാണിന്റെ ഒരു രാജകീയമായൊരു ഇതിനെ അതും കൂടെ ഉണ്ടാവുമ്പോഴല്ലേ ഇതുണ്ടാവുന്നു. ഒരു എല്ലാം ഉണ്ട്, ഇതുണ്ട്. എന്തായാലും അപ്സര എന്ന് പറയുന്നത് നമുക്കൊരു ഗോ ടു പ്ലേസ് ആയിരുന്നു. അതിനൊരു കാരണം എന്ന് പറയുന്നത് അവിടെ പറ്റു പറയാൻ പറ്റും. ഈ വല്യുപ്പായിട്ടുള്ള ബന്ധമായ കാരണം അവര് നമുക്ക് പറ്റി തരും. എന്നുവെച്ചാൽ ചെന്നിട്ട് സ്കൂളൊക്കെ വിട്ടിട്ട് MIT കൂട്ടുകാരന്മാരെ കൊണ്ട് പോകും. പോയിട്ട് പൊറോട്ട, മട്ടൻ ചാപ്സ് അവിടുത്തെ ഫേമസാണ്. മട്ടൻ ചാപ്സ് ഒക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ കൈയൊക്കെ കഴുകി വരും. വന്നിട്ട് അവിടെ കടലെത്തിയിട്ട് കൊടുത്തിട്ട് റഷീദ് കാലി ബഷീർ കായ ഉണ്ടാവും. അതിൽ ഒരു സഹോദരൻ മരിച്ചുപോയി. അങ്ങനെ അവരും എന്നിട്ട് ഇവരുടെ വാപ്പ തുടങ്ങിയതാണ്. എന്നിട്ട് 3 സഹോദരങ്ങൾ നടത്തും. എന്നിട്ട് ഒരാളെപ്പോഴും നാട്ടിൽ മാഹിയിലുണ്ടാവും, അവിടെ ഫാമിലി നോക്കും. ബാക്കി 2 പേരും ഇവിടെ നോക്കും. അങ്ങനെ റൊട്ടേഷൻ എടുത്ത് അങ്ങനെ നടത്തുന്ന ഒരു ഹോട്ടലാണ്. അങ്ങനെ അപ്പം എന്നിട്ട് ഇവരിവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടാവും, കൗണ്ടറിൽ ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് ചെന്നിട്ട് എക്സ്പെരി ചെയ്ത് വേറെ അപ്പോൾ എന്നിട്ടൊരു ചെറിയ നോട്ട്ബുക്ക് എടുക്കും. എന്നിട്ട് അതിനകത്ത് എഴുതി വയ്ക്കും. മാസാവസാനം വാപ്പ പോയിട്ട് ഇത്ര ഉണ്ടല്ലോ വരികയെന്ന് ചോദിക്കുമ്പോൾ വാപ്പ കൊടുക്കും. അതായിരുന്നു പരിപാടി. ഇപ്പൊ അനിയനത് സക്സസ്ഫുള്ളി തുടരുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അങ്ങനെ നമുക്ക് പറ്റുള്ള ഒരു ഹോട്ടൽ, അത് ഭയങ്കര ഒരു മാറ്റർ ഓഫ് പ്രസ്റ്റീജ് ആയിരുന്നു. കാരണം അപ്സരയിൽ പറ്റുണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഇതാണല്ലോ, ലെഗസി ഹോട്ടലിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതാണ് നാട്ടിലത്തെ ഫുഡ് അടി അനുഭവത്തിലൊന്ന്. പിന്നെ അതിന്റെ രാത്രി അപ്സര പൂട്ടും. അപ്പൊ ഫ്രണ്ടിലുള്ള തുറക്കും ഷാലിമാർ. പിന്നെ നല്ലൊരു ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് സഫയറും ഇതുപോലെ കണ്ണൂരാരം കണ്ടാണ്.
തോന്നുന്നു. സഫയർ ഒരു ഭയങ്കര കോമൺ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾക്ക് ആ ഒരു പേര്. തൃശ്ശൂർ ഒരു ഫേമസ് സഫയർ പല സ്ഥലത്തും നല്ലതാണ്. സഫയർ നല്ല ഫുഡാട്ടോ. പിന്നെ റോയൽ എന്ന് പറയുന്നത് നിങ്ങളെ നാട്ടിൽ പഠിക്കേണ്ട ഒരു സാധനമാണ്. പൊറോട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്നു പറയാറുണ്ട്. പൊറോട്ടയ്ക്ക് പെയിന്റ് അടിക്കുന്ന ചാറല്ലേ, അങ്ങനെ പറയാറില്ലേ? പൊറോട്ടയും പെയിന്റ് ഇല്ല, അങ്ങനത്തെ വർത്താനല്ല. അത് എനിക്ക് കൊച്ചി വെല്ലുപ്പ് എങ്ങനെ കൊണ്ടുപോകും എല്ലാ വൈകുന്നേരം പൊറോട്ടയ്ക്ക് പെയിന്റ് അടിക്കുക, ഒരു പൊറോട്ട കുറച്ച് അങ്ങനെ, അതാണ് ആ ഭാഗത്തുള്ള ഒരു സ്ലാങ് ആണ് അത്. പിന്നെ പെരുമ്പാറുള്ള ഹോട്ടല്, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ഹോട്ടൽ തുടങ്ങി, യാസീൻ. അവന്റെ വാപ്പായിട്ടൊരു ഹോട്ടൽ ഉണ്ടായി. പിന്നെ അവനും കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് അവനൊരു നല്ല ബിസിനസ്മാൻ ആണ്. ഒരു കോൺട്രോവേഴ്സ്യൽ ക്വസ്റ്റ്യൻ, എന്ത് വിച്ച് ബിരിയാണി ഈസ് ദ ബെസ്റ്റ്? അതിപ്പം എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. മേലേന്ന് പോ, അവിടെ നിന്ന് മുറാദാബാദി മുതലോ. ഡൽഹിയിലെ ബിരിയാണികൾ അല്ലെങ്കിൽ ഡൽഹിയിലെ ഫുഡ് അനുഭവം വേറെ തന്നെ കേട്ടോ. ഡൽഹിയില് അനുഭവങ്ങൾ ഉണ്ടാവും. ചെന്നൈ ഉണ്ട്, ഡൽഹി ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്. ഹൈദരാബാദ് തന്നെ പല കല്യാണിയും ബാവർച്ചിയും ഫുഡ് കഴിക്കാനായിട്ട് ഹൈദരാബാദ് പോയിട്ടുണ്ട്. ഹൈദരാബാദ് ബിരിയാണിയും ഞങ്ങൾ പോയിട്ടുണ്ട്. ഞാനും തൗഫീക്ക്, യാസർ. ഹൈദരാബാദ് 2 ആഴ്ച താമസിച്ച സമയത്ത് എക്സാം എഴുതാൻ വേണ്ടിട്ട് ഞങ്ങൾ അതിനല്ല പോയത്. ഞങ്ങള് നോമ്പ് തുടങ്ങുന്നത് കണക്കാക്കി ഹൈദരാബാദ് 2 ആഴ്ച പോയി. എന്നിട്ട് ഫുഡ് അടിക്കലും അത് ഹലീം ഇറ. ഇത് രാവിലെ ഇത് ഫുഡ് എന്താ പൈസ സേവ് ചെയ്യാൻ വേണം, എന്നാൽ ഏറ്റവും ബെസ്റ്റ് കഴിക്കാൻ വേണം. രാവിലെ പോയിട്ട് നല്ലൊരു ഇറാനി ചായയും ഉസ്മാനി ബിസ്ക്കറ്റും കഴിക്കും. ഒരു അടുത്ത ചായക്കടയിൽ പോയി. ദോശകൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? നല്ല ദോശകളൊക്കെ. ആ ഇറാനി ചായയിൽ വൈകുന്നേരം വരെ നിൽക്കും. എന്നിട്ട് വൈകുന്നേരം ഒന്നില്ലെങ്കിൽ പോയിട്ട് നല്ലൊരു മട്ടൻ ഷവർമ, അല്ലെങ്കിൽ നല്ലൊരു ബാർച്ചി ബിരിയാണി, അങ്ങനെ ഒരു സ്പോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ പോയിട്ട് നല്ലൊരു ഇത് ഹെവി ആയിട്ട് കഴിക്കും. അങ്ങനെ ഒരു നേരമാണ് കഴിക്കുള്ളൂ, പക്ഷെ അതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് വിശപ്പിലങ്ങോട്ട് പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു. ഹൈദരാബാദ് ബിരിയാണിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഹൈദരാബാദ് ബിരിയാണി എനിക്ക് അതിന്റെ സ്പൈസ് ലെവല് കുറച്ച് കൂടുതലാണ്. അത് അതിന്റെ ഒരു ഞങ്ങൾ ചെന്നപാട് സെക്കൻഡരാബാദ് ഇറങ്ങിയ റൈസ് വേഴ്സസ് മസാല ഇതുണ്ടല്ലോ, പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് റൈസ് കുറച്ച് കുറവും മസാല കുറച്ച് കൂടുതലാണ്. ആ മസാല തന്നെ കുറച്ച് ഒരുപാട് നമുക്ക് ഈ ഹോട്ട്നെസ്സും സ്പൈസിനെസ്സും വേറെ വേറെയാണ്. ഞാൻ ഇവിടെയുള്ള ജർമ്മൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സ്പൈസിനെസ് എന്ന് പറയുമ്പോൾ അതിൽ അരോമാറ്റിക്സും ഫ്ലേവറും ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ സ്പൈസി എന്ന് പറയുന്നത് ശരിക്കും ഹോട്ട് ആയിട്ടുള്ള സാധനമാണ്. ടെമ്പറേച്ചർ ആണ്, എരിവാണ്. ശരിക്കും എരിവ് എന്താ മുളക് എന്നുള്ള എരിവ് നമുക്ക് കുറച്ച് എരിവ് കൂടുതലാണല്ലോ ശരിക്കും. കാരണം നമ്മുടെ ട്രഡീഷണലി നമുക്കിപ്പോൾ മുളക് പുറത്തുനിന്ന് വന്ന സാധനമാണ്. പോർച്ചുഗീസ് അല്ലേ ചില്ലി എന്ന് പറയുന്ന മുളക് നമുക്കില്ല, കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നമുക്കുണ്ടായിരുന്ന കുരുമുളകും ഈ കറി എന്ന് പറയുന്നത് എന്താ അറിയോ? അല്ല, ഇഞ്ചിയും. കറി എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ ഒറിജിൻ വരുന്നത് കരി എന്നാണ്. പറയുന്നുണ്ട്. ഞാൻ പറയണത് എരിവ് വരുന്നത് നമ്മുടെ കുരുമുളകിന്ന് ഇഞ്ചിന്നും കടുകിന്നൊക്കെയാണ് നമ്മുടെ എരിവ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് മുളക് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളാ പഴയ എരിവുണ്ട്, അതിന്റെ ഒപ്പം ചില്ലി എരിവുണ്ട്, അതും കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പോലും അറിയാതെ യൂറോപ്യൻസിനൊക്കെ ഫുഡ് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പോ അവര് ഭയങ്കരമായിട്ട് ഒരു എക്സെപ്ഷണൽ എരിവ് പ്രകടിപ്പിക്കുന്നതിന്റെ ഒരു കാരണം നമുക്ക് ഈ പല ഇന്റർ കൾച്ചറൽ എരിവുകൾ നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ്. ഒന്നില്ലെങ്കിൽ ഇവരൊക്കെ ചിലപ്പോ ചില്ലി മാത്രമായിരിക്കും ഉപയോഗിക്കുക. ഞാനിപ്പം മുളക് പൊടി ഇടാണെങ്കിൽ പെപ്പർ വല്ലാണ്ട് ഇടൂല, പെപ്പർ ഇടുന്നില്ല. അങ്ങനെ പെപ്പർ കുറവാണ് ഇപ്പോൾ. പെപ്പർ ഏറ്റവും അവസാനം ഗാർണിഷ് ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ബിരിയാണി ബിരിയാണി ഏതാ നല്ലതെന്നൊക്കെ ചോദിച്ചാൽ അടി ഉണ്ടാവും, അതാണ് വിഷയം. ചെന്നൈ ബിരിയാണി അത് വേറെ തന്നെ. ഇവിടത്തെ കുറെ സാധനങ്ങളുണ്ടല്ലോ അവിടെ ചെന്നൈയിൽ പോയാൽ. അല്ല, ഞാൻ ആദ്യം വെള്ളത്തിൽ തന്നെ കോയമ്പത്തൂര് പോയപ്പോ അവിടെ ആമ്പൂർ ബിരിയാണി, ബിരിയാണി, മറ്റേ ബിരിയാണി എല്ലാം അവിടുന്ന്. ആമ്പൂർ, വാണിയമ്പാടി, തലപ്പാക്കട്ടി ഒക്കെ. തലപ്പാക്കട്ടി ഇപ്പൊ കളമശ്ശേരിയിലൊരു ഇതിന്റെ ഇടക്കാത്തലുണ്ട്. അങ്ങനെ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൽഹിയിലെ അനുഭവം എന്ന് പറയുന്നത് വേറെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം.
അതിപ്പോ ഞാൻ തന്നെ പറയലാവും. പക്ഷെ ഡൽഹിയിൽ എന്താ വെച്ചാൽ ഞങ്ങൾ ഭയങ്കര ബ്ലസ്ഡ് ആണ്. ഈ ജാമ്യ പഠിക്കുന്നവരൊക്കെ ബ്ലസ്ഡ് ആന്ന് പറയാൻ കാരണം ബട്ട്ല ഹൗസ് സാക്കിർനാർ ഉള്ളതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ല ഭക്ഷണങ്ങൾ ട്രൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അതും ഭയങ്കര ഒരു കമ്മ്യൂണിറ്റി ഫീലുള്ളൊരു സ്ഥലമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു ബർക്കത്തുള്ളൊരു ഡൽഹി ലൈഫായിരുന്നു. അവിടെ DUന്ന് പിള്ളേർ വരും. DUന്ന് മാസത്തിലൊരിക്കലൊക്കെ മെട്രോ കയറിയിട്ട് ഏതെങ്കിലും ഒരു ഹൽക്കൻ്റെ പരിപാടിക്കൊക്കെ പിള്ളേർ വരും. അവര് എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം പരിപാടി ഉണ്ട്, ടോക്ക് ഉണ്ട് എന്നുള്ളതൊന്നുമല്ല. ടോക്ക് കഴിഞ്ഞിട്ട് ബട്ടിലേക്ക് പോകാന്നുള്ളതാണ്. ഫുഡ് കഴിക്കാൻ ആദ്യമായിട്ട് കിലോ എന്നുള്ള രീതിയിൽ ബിരിയാണി. ഹമ്മാദ് ബിരിയാണി, മുറാദാബാദി. ഹമ്മാദ് ബിരിയാണി എന്ന് പറയുന്നത് അയാളുടെ കടേൻ്റെ പേരാണ്, അയാളുടെ പേരാണ്. പക്ഷെ അത് വെറൈറ്റി ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ഭയങ്കര നെയ്യുള്ള, ഭയങ്കര ഫാറ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ലക്നൗ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഷോപ്പില്ല അവിടെ മെട്രോൻ്റെ തൊട്ടടുത്ത്? അതുകൊണ്ട് അവിടെ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇറാനി ടീ സ്റ്റോളുകൾ കുറേ ഉണ്ട്. അപ്പം ബിരിയാണി അടിച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി അടിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇറാനി ദം ടീ അടിക്കുന്ന പരിപാടി അവിടുത്തെ ഒരു റിച്വലാണ്. അതിൽ നിന്നും വിട്ടുമാറാത്ത കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ചായ പിടിക്കാൻ പോകും കോഴിക്കോടൊക്കെ, കാരണം അവിടുത്തെ ശീലമുള്ളതുകൊണ്ട്. കോഴിക്കോട് പറയുകയാണെങ്കിൽ പിന്നെ തീരൂല. കോഴിക്കോട് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ റിജക്ട് ചെയ്തു. അതെ അതെ, ഫേമസ് ഹോട്ടലുകൾ നമ്മൾ മിണ്ടുന്നില്ല. പക്ഷേ സാഗറിലെ അയിലക്കറി അങ്ങനെയാണ് എനിക്കും പറയാനുണ്ട് കുറെ. നമ്മള് മറ്റൊന്നും പറയണ്ട, മട്ടൺ സ്റ്റൂ പറയും ഞാൻ. ഏത് പാരഗണിലെ മട്ടൺ സ്റ്റൂ അതെല്ലാരും പറയണതല്ലേ. സാഗറിലെ അയിലക്കറി ചിലപ്പോ എല്ലാരും പറയുന്നില്ല, രാവിലെ തന്നെ കിട്ടുന്നതല്ലേ. പൊറോട്ടയും കൂടെ ആകുമ്പോ അതൊക്കെ അവിടുത്തെ ഒരു മെയിൻ സാധനങ്ങളാണ്. അത് ഐക്കൺസ് എന്നൊക്കെ പറയുന്ന പരിപാടിയാണ്. എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് എപ്പോഴും രാവിലെ എണീച്ചിരുന്നത് കുറേയൊക്കെ ഞാൻ ഇടയിലെ ഹോട്ടലിലെ ബീഫും പഴംപൊരിയും കഴിക്കാൻ. ചാമ്പ്യൻസ് ആണോ നല്ലതെന്നുള്ള ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതൊന്നും പറയാം. ചാമ്പ്യൻസിൽ ഓഫ് കോഴ്സ് ബാക്കി ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ ചാമ്പ്യൻസിലാണ് പോവുക. പക്ഷെ രാവിലെ പോകുന്നത് ഇടയിലായിരുന്നു. ഇടയിൽ ആ സമയത്ത് തന്നെ ട്രെൻഡിലായതോടുകൂടി സുബൈക്കൊക്കെ ഇത്രയും പിള്ളേരൊക്കെ ഞാൻ പള്ളിയിൽ പോലും കണ്ടിട്ടില്ല. അങ്ങനെ അത്ര ആൾക്കാർ അവിടെ വന്നിട്ട് ഇങ്ങനെ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കും. ട്രെൻഡിലായാൽ കുറേ സ്പോട്ടുകൾ നശിച്ചു പോകുന്നതിനെ കുറിച്ച്, പിന്നെ അതിന്റെ എക്സ്ക്ലൂസിവിറ്റി പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ഇത് തോന്നുന്നതാണ്. പിന്നെ അവരുടെ ക്ലീഷയെ കുറിച്ചുള്ള ഒരു ഇതുണ്ടല്ലോ. ക്ലീഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആകുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു അവേർഷൻ തോന്നുന്നതാണ് ക്ലീഷ എന്നുള്ളൊരു. എല്ലാവർക്കും ഉള്ളതാണോ എന്ന് എനിക്ക് വേണ്ടത്. ഒരു യുണീക്നെസ് പോവാണല്ലോ. യുണീക്നെസ് പോകുമ്പോൾ നമുക്ക് അതിനോടുള്ളൊരു നമ്മുടെ ടേസ്റ്റ് അതായാൽ എല്ലാവരുടെയും ടേസ്റ്റ് ആവും എന്നുള്ളൊരു. അത് ഈ ടിക്ടോക്ക് ഇൻസ്റ്റാഗ്രാം ഡിബേറ്റുകളൊക്കെ ഉണ്ട്. ടിക്ടോക്കേഴ്സ് ആയിട്ടുള്ള ഒരു ടിക്ടോക്ക് നിരോധിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നപ്പോൾ ഇൻസ്റ്റാഗ്രാം ഭയങ്കര എന്താ അതിൻ്റെ ക്വാളിറ്റി നശിച്ചു പോയി, കുറേ ഇവരൊക്കെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നല്ല ഭക്ഷണം കഴിക്കുക. അതെ, തീരാറായി തോന്നുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലോസിംഗ് റിമാർക്സ്? ഇല്ല, ഭക്ഷണം വേറെ ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ നിർത്താൻ വേണ്ടി പറയാൻ ഒന്നുമില്ല. അതല്ല, നമുക്ക് മറ്റൊരു അവസരത്തിൽ ഇതിൻ്റെ വേറെ ഷെയ്ഡുകൾ ഓപ്പൺ ചെയ്യാം എന്ന് തോന്നുന്നു. പക്ഷെ ഒന്നും പറയാനില്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുന്ന ഭക്ഷണത്തെ കുറിച്ചായിരിക്കും. യെസ്, അന്നമാണല്ലോ ഉന്നം. അതെ, നമ്മളെ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ഡോണറിനെ ഒന്ന് സ്മരിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും പടച്ചോൻ കാക്കട്ടെ ക്ലോസ് ചെയ്യാം. അതെ, ഇവിടുത്തെ ഡോണർ ഷോപ്പുകളെ പടച്ചോൻ കാക്കട്ടെ. ഡോണർ ഷോപ്പുകൾ, ഷവർമകളെയും. അതെ, ഇവിടെ ഗസ്റ്റ് വർക്കേഴ്സായിട്ട് വന്ന തുർക്കിഷ് തൊഴിലാളികൾക്ക് ഏറ്റവും അഫോർഡബിളായ സ്ട്രീറ്റ് ഫുഡായി തുടങ്ങിയ ഡോണർ. അതെ, ഇപ്പോൾ ജർമ്മൻസിനായാലും ശരി, ഭക്ഷണമാണ്. അതിന്റെ ഹെറിറ്റേജ്, കൾച്ചറൽ ഹെറിറ്റേജ് ഇപ്പോൾ തുർക്കി ക്ലെയിം ചെയ്തു. എർദോഗാൻ ചിക്കൻ ടിക്ക മസാല എങ്ങനെയാണോ UK-ന്റെ നാഷണൽ ഡിഷ് ആയത്, അതേപോലെയാണ് ജർമ്മനിന്റെ നാഷണൽ ഡിഷ് ആയിട്ട് ഡോണർ അല്ലേ. അതായത് സ്ട്രീറ്റ് ഫുഡിൽ ഡോണർ തന്നെയാണ് കേട്ടോ, എല്ലാവരും കഴിക്കുന്ന ഒരു സാധനം. പിന്നെ കറി യൂസ്ഡ് ഉണ്ട്, പക്ഷെ അതൊക്കെ രണ്ടാമതേ വരും. ബ്രോ, അതൊക്കെ. പക്ഷെ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ബ്രെഡിന്റെ കളക്ഷൻ വളരെ എക്സ്ക്യൂസിറ്റ് ആൻഡ് എലാബറേറ്റ് ആണ്.
അതെനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നിയൊരു കാര്യം. ഗാർലിക് ബ്രെഡ് ഒക്കെ ഒരു ഗാർലിക് ബ്രെഡ് അതെ, പലതരം ബ്രെഡുകൾ ഒരു ഷെൽഫിൽ ഒരു മിനിമം ഒരു 20 ടൈപ്പ് ബ്രെഡുകൾ കാണുക എന്നുള്ളതും അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം. പിന്നെ ഇവരുടെ സീസണൽ ഡെസേർട്സ് ഒക്കെ ഉണ്ട്, നല്ല നല്ല അടിപൊളിയാണ്. ചെറിയൊക്കെ വെച്ചിട്ട് ടോപ്പ് ചെയ്യുന്ന സ്ട്രോബെറി. ജർമ്മൻ ഫുഡ് അങ്ങനെ ഡ്രൈ ഒന്നുമല്ല, അങ്ങനെ ഒരു അഭിപ്രായം അറിയാത്ത ഏരിയ ആയതുകൊണ്ടും കൂടിയൊക്കെ നമുക്ക്. പിന്നെ നമ്മൾ വല്ലാണ്ട് കഴിക്കല്ലേ ഈ പറയുന്ന പോലെ സോസേജും അതും ഇതൊക്കെ ആയതുകൊണ്ട് പലതും ഹലാലല്ലാത്തതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാത്തതുകൊണ്ട്. പോർക്കിന്റെ സാന്നിധ്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും ഷ്വൈൻ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. നമ്മളൊരു ഇടയിലെ പരിപാടികളാണ് മൊത്തം. ഇടയിൽ നിന്നിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ പെട്ടെന്നൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അതെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.